ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള രസം തയ്യാറാക്കിയെടുക്കാം. നല്ല കിടിലനായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ ഞാൻ ചെറിയൊരു ചെറുനാരങ്ങ വലുപ്പത്തിൽ കുറച്ച് പുളി എടുത്തിട്ട് കുറച്ച് ചുടുവെള്ളത്തിലിട്ടിട്ടൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കുരുമുളക് ഒന്ന് ചതച്ചെടുക്കാം. പൊടിയല്ല കേട്ടോ ചേർക്കേണ്ടത്. ഇതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഈ ഒരു ഇതിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. പൊടിയായിട്ടല്ല നമ്മൾ രസത്തിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ചതച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയും വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചിയാണ്. അതും ഇതുപോലെ നമുക്ക് ചതച്ചെടുക്കാം. എല്ലാം നമ്മൾ ചതച്ചിട്ടാണ് എടുക്കുന്നത്. 2-3 ഐറ്റംസ് ചതച്ചിട്ടാണ് ഇതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുരുമുളകൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 5-6 ചെറിയുള്ളി അതും ഒന്ന് ചതച്ചെടുക്കണം. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ് കേട്ടോ. ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ കുരുമുളക്. ഇത് 4ആണ് നമ്മൾ ചതച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെറിയുള്ളിയും ചതച്ചെടുത്ത ശേഷം നമുക്ക് വെളുത്തുള്ളിയും ചതച്ചെടുക്കാം. അപ്പോൾ 6 അല്ലി വെളുത്തുള്ളി കൂടെ ഇതുപോലെ തന്നെ ഇതിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ ചെറിയുള്ളി അതെല്ലാം നമുക്ക് ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷേ കുരുമുളക് നമ്മൾ പിന്നീടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയിൽ എന്നെ ഇതുപോലത്തെ സംഭവങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാലും നമുക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കടുകൊക്കെ പൊട്ടി വരുമ്പോൾ 1/4 ടീസ്പൂണ് നമുക്ക് ഉലുവ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഉലുവയും കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് 2 വറ്റൽമുളക് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് എരിവൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് കുറക്കാവുന്നതാണ്. അപ്പോൾ അതും ചേർത്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും. പിന്നെ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊക്കെ ഒന്ന് കളറ് ചേഞ്ചായി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് കളർ ചേഞ്ച് ആവുന്ന വരെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരുമല്ലോ, അതുവരെ നമുക്കൊന്ന് ഇതുപോലെ അങ്ങ് നേരിപ്പിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ അത് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടിയാട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, അത് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പം എല്ലാം കൂടെ ഒരുപാട് എരിവ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാശ്മീരി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാധാരണ മുളക് പൊടിയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതൊരു 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയും മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് എണ്ണയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അത് ശ്രദ്ധിക്കുക. ഇതിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അറിയാമല്ലോ അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള കുരുമുളക് ഉണ്ടല്ലോ, അതും കൂടെ ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു തക്കാളി എടുത്തിട്ട് വലിയ പീസായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഒരു 4-5 പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ നേരത്തെ കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്ന പുളി പിഴിഞ്ഞ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളിയൊക്കെ നിങ്ങളുടെ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ല പുളി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അധികം ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ പുളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രയാണോ വെള്ളം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 കപ്പ് വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ 3 കപ്പ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട 1/2 ടീസ്പൂണ് കായത്തിൻ്റെ പൊടി ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ അത് ഒരു 1/2 ടീസ്പൂൺ അതും ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫൈനലായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയിലയാണ്. അപ്പം അതും കൂടെ ആകുമ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ കറക്റ്റ്. ഇപ്പോൾ സാമ്പാറിലൊക്കെ നമ്മൾ ലാസ്റ്റ് മല്ലിയില ചേർക്കുമല്ലോ, അതുപോലെ തന്നെ ഇതിലേക്ക് മല്ലിയില വരുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഫ്ലേവറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തയ്യാറാക്കി നോക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും തയ്യാറാക്കി നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾ FBയിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ നന്നാക്കിയിട്ട് അങ്ങ് തിളപ്പിച്ചെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.